നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെ ഇടയിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയാലോ അല്ലേ. 2 of Swords, okay. Knight of Swords, 6 of Wands. നിങ്ങളുടെ പേഴ്സൺ ഡിസ്റ്റൻസിലാണ് അവരിൽ നിന്നും എന്ന് കാണുന്നു. 10 of Cups, ഓക്കെ. Ace of Pentacles, Knight of Cups, okay. 7 of Swords, King of Swords and bottom വന്നിട്ട് 7 of Wands. ഇതിനകത്ത് മിക്സ്ഡ് എനർജി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചിലർ ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക, ഓക്കെ. ഒരൊറ്റ എനർജി അല്ല അവിടെ വന്നിരിക്കുന്നത്, ഓക്കെ. പറയും ചിലർ അവരുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മറ്റ് ചിലർ ഒരു ഡിസ്റ്റൻസിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണുന്നു. ജോലി സംബന്ധമായിട്ടായിരിക്കണം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നതുകൊണ്ട് അറ്റ് പ്രസൻറ്റ് അവരുടെ തേർഡ് പാർട്ടിയുടെ കൂടെ അല്ല, അത് ഒരു ഡിസ്റ്റൻസിലാണ് അവർ എന്ന് കാണുന്നു. യാത്ര ചെയ്ത് പോയിരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. മറ്റ് ചിലർ ഒരു കൺഫ്യൂഷൻ, ജഗ്ലിങ്, അവിടെ നിങ്ങളുടെ സാന്നിധ്യം അവരുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്, ഓക്കെ. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ ചെറിയ ശതമാനം ആൾക്കാർ അവരുടെ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നു. പ്രിഫറൻസ് ഫാമിലിക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. മറ്റ് ചിലർ സമാധാനം നിലനിൽക്കട്ടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ അടുത്ത ഒരു സമാധാനം നിലനിൽക്കട്ടെ എന്നുള്ള നിലയിൽ ക്ഷമിച്ചും പുറത്തും സോറിയൊക്കെ പറഞ്ഞും അവരെ സമാധാനിപ്പിച്ചും മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്, ഓക്കെ. മറ്റ് ചിലർ അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതായത് നിങ്ങളുടേതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കണം, അത് അവരുടെ തേർഡ് പാർട്ടി അറിയാതെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട്, ഓക്കെ. കിങ് ഓഫ് സ്വാർഡ്സ് വെച്ച് മറ്റു ചിലരുടെ ഇടയിൽ, അവരുടെയും അവരുടെ തേർഡ് പാർട്ടിയുടെ ഇടയിൽ ഒരു വളരെ കാര്യമായിട്ടുള്ളൊരു ഈഗോ ഇഷ്യൂ, വഴക്ക് എല്ലാം തന്നെ കാണുന്നു. അവിടെ ഒരു മാപ്പ് അപേക്ഷിക്കലൊന്നുമില്ല പരസ്പരം. അവിടെ അവർ രണ്ടുപേരും തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് ആ ഈഗോ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വർക്കൗട്ട് ആവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് അവരുടെ തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ തൽക്കാലം ഒന്ന് അകന്നിരിക്കുന്നതായിട്ട് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കാം കേട്ടോ, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കാം, എവിടെയോ ദൂരെ ജോലി സംബന്ധമായിട്ടൊന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ കാണുന്ന സമയത്തുള്ള എനർജി ആയിരിക്കും ഇത്, ഓക്കെ.